നമ്മുടെ ഓണാഘോഷങ്ങൾ തൃക്കാക്കര അപ്പനുമായിട്ട് ബന്ധപ്പെടുത്തി ആണ് നമ്മൾ സങ്കല്പിക്കാറുള്ളത്. തൃക്കാക്കര എന്ന് പറയുന്നത് എറണാകുളത്തിനും ആലുവയ്ക്കും ഇടയ്ക്കുള്ള ഒരു ദേശമാണ്. ഇന്നത് ടെക്നോ പാർക്ക്, അവിടുത്തെ എറണാകുളത്തെ ടെക്നോ പാർക്കുകൾ അല്ലെങ്കിൽ എറണാകുളത്തെ ഈ പറയുന്ന പല സൈബർ കമ്പനികളും അവരുടെ ആസ്ഥാനമായിട്ട് കാണുന്നത് തൃക്കാക്കരയാണ്. അതുകൊണ്ട് തൃക്കാക്കരയ്ക്ക് ഇപ്പോൾ ഒരു പുതിയ പ്രാധാന്യം വന്നിട്ടുണ്ട്. അന്യത ഒരു എറണാകുളത്തിൻ്റെ പിന്നാമ്പുറത്തുള്ള ഒരു ശാന്തമായ ഒരു ഗ്രാമമായിരുന്നു അടുത്ത കാലം വരെ തൃക്കാക്കര. തൃക്കാക്കര അതിന് ഇടപ്പള്ളി എന്ന് പറയുന്ന ഒരു കൊച്ചു നാട്ടുരാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. അതിനെപ്പറ്റി ചരിത്രകാരന്മാർ പറയുന്നത് ഈ തൃക്കാക്കര ക്ഷേത്രത്തിലെ ശാന്തിക്കാരനാണ് പിന്നീട് ഇടപ്പള്ളി രാജാവായിട്ട് മാറിയതെന്നാണ്. ഈ തൃക്കാക്കര ക്ഷേത്രത്തിലെ ശാന്തിക്കാരനെ ചേരമാൻ പെരുമാക്കന്മാരുടെ അല്ലെങ്കിൽ മഹോദയപുരം ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന പെരുമാക്കന്മാരുടെ രാജകീയ പുരോഹിതനായിരുന്നു എന്നും ചരിത്രകാരന്മാരിൽ ചിലർക്ക് അഭിപ്രായം ഉണ്ട്. ഏതായാലും നമ്മൾ കേരളീയർ ഓണപ്പൂക്കളമിടുന്നത് തൃക്കാക്കര അപ്പനെ പ്രകീർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. തെക്കൻ കേരളത്തിൽ അത്ര സാധാരണമല്ല. തെക്കൻ കേരളത്തിൽ സാധാരണ ഇവിടെ ഇപ്പോൾ ഒരു അത്തപ്പൂക്കളം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു പൂക്കളം ഇടുകയാണ് പതിവ്. അല്ലെങ്കിൽ ഒന്നാം ഓണത്തിന് കളിമണ്ണിൽ ഒരു തട്ടുണ്ടാക്കി ആ തട്ടിൽ പൂക്കൾ ഇടുന്ന പതിവ് മുമ്പുണ്ടായിരുന്നു. രണ്ടാം ഓണത്തിന് 2 തട്ടുകൾ വരും, മൂന്നാം ഓണത്തിന് 3 തട്ടുകൾ വരും. അങ്ങനെ 10ാം ഓണം ആകുമ്പോഴേക്കും 10 തട്ടുകൾ വരെ. എന്നാൽ മധ്യ കേരളത്തിലും ഒരു പക്ഷേ മിക്കവാറും മധ്യ കേരളത്തിൽ മാത്രമല്ല വടക്കൻ കേരളത്തിലും തൃക്കാക്കര അപ്പനുള്ള ഒരു പൂജയോ സമർപ്പണമോ ആണ് ഓണപ്പൂക്കളം. തൃക്കാക്കര അപ്പൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു പിരമിഡ് ആകൃതിയിൽ അല്ലെങ്കിൽ നീളമുള്ള ഒരു പിരമിഡ് ആകൃതിയിലുള്ള ഒരു സ്തൂപിക. ആ സ്തൂപിക കളിമണ്ണിൽ ഉണ്ടാക്കി അത് ചുട്ടെടുത്ത് അതിനെ നടുക്ക് വെച്ച് അതിന് ചുറ്റും പൂക്കളമിടും. ചിലയിടങ്ങളിൽ 3 സ്തൂപികകൾ കാണും. ഒരു പ്രധാന സ്തൂപികയും അത്ര ഉയരമില്ലാത്ത 2 സ്തൂപികകളും. ഇനി വേറെ ചിലയിടങ്ങളിലാകട്ടെ ഈ പ്രധാന സ്തൂപികയ്ക്കും 2 ചെറിയ സ്തൂപികകൾക്കും പുറമെ കൊച്ചു കൊച്ചു സ്തൂപികകളും കാണും. ഇതെല്ലാം ഓരോ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ഈ 3 സ്തൂപികകളുടെ കാര്യത്തിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട്. എങ്കിലും പറയട്ടെ, അതിലെ പ്രധാന സ്തൂപിക എന്ന് പറയുന്നത് തൃക്കാക്കര അപ്പൻ. രണ്ടാമത്തെ സ്തൂപിക എന്ന് പറയുന്നത് മാതേവർ. മാതേവർ എന്ന് പറഞ്ഞാൽ തൃക്കാക്കര തന്നെയുള്ള മഹാദേവരാണ്. ഇനി മൂന്നാമത്തെ സ്തൂപിക ആരാണ് എന്ന് ഉള്ളതിനെക്കുറിച്ച് കുറേ കൂടി വലിയ തർക്കമുണ്ട്. അത് മഹാബലി ആവാനാണ് സാധ്യത എന്ന് മാത്രം ഞാൻ പറയട്ടെ. ഏതായാലും തൃക്കാക്കര ക്ഷേത്രത്തിൽ 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണ ആഘോഷമായിരുന്നു മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അത് കർക്കടകത്തിലെ തിരുവോണത്തിൽ തുടങ്ങി ചിങ്ങമാസത്തിലെ തിരുവോണം വരെ നീണ്ട് പോകുമായിരുന്നു. എന്ന് മാത്രമല്ല ഓരോ ദിവസത്തെ ആഘോഷങ്ങളും അന്ന് മഹോദയപുരം പെരുമാക്കന്മാരുടെ സാമന്തന്മാരായ നാടുവാഴികളുടെയും പ്രഭുക്കന്മാരുടെയും ആഭിമുഖ്യത്തിൽ ആയിരുന്നു നടന്നിരുന്നത്. എന്ന് മാത്രമല്ല ഈ തൃക്കാക്കര ക്ഷേത്രത്തിന് വേറെയും പ്രാധാന്യമുണ്ട്. അത് പാടൽ പെറ്റ തിരുപ്പതികളിൽ ഒന്നാണ്. ശ്രീവൈഷ്ണവർ ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലുമായി 108 വൈഷ്ണവ ക്ഷേത്രങ്ങളെ അതിപ്രധാനമായിട്ട് കാണുന്നുണ്ട്. അതിൽ ഒന്ന് നേപ്പാളിലാണ്. ബാക്കിയുള്ള ക്ഷേത്രങ്ങൾ അധികവും തമിഴ്നാട്ടിലാണ്. ആന്ധ്രാപ്രദേശിലും കർണാടകത്തിലും നമ്മുടെ കേരളത്തിലും ക്ഷേത്രങ്ങൾ ഉണ്ട്. അതിൽ കേരളത്തിലുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ തൃക്കാക്കര വിഷ്ണു ക്ഷേത്രം. ആ തൃക്കാക്കര ക്ഷേത്രത്തെപ്പറ്റി നമ്മാഴ്വാർ എന്ന് പറയുന്ന കവി, വൈഷ്ണവ സിദ്ധൻ ആഴ്വാർ പാടി പുകഴ്ത്തിയിട്ട് ഉണ്ട്. 9ാം നൂറ്റാണ്ടിലാണ് നമ്മാഴ്വാർ ഈ തൃക്കാക്കരയെപ്പറ്റി പുകഴ്ത്തുന്നത്.
ഏതായാലും ഇന്ന് നമ്മൾ തൃക്കാക്കര എന്ന് പറയുന്ന കാണുന്ന ക്ഷേത്രം അത് 19-ാം നൂറ്റാണ്ടിൽ എൻ്റെ അവസാന കാലത്ത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലത്തും തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ശ്രീമൂലം തിരുനാൾ പുനർനിർമ്മിച്ചതാണ്. അതിനു മുമ്പ് അത് മൈസൂറിൻ്റെ പടയോട്ടത്തിൽ, അതായത് ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടത്തിൽ നടന്ന, ടിപ്പു സുൽത്താൻ്റെ ആക്രമണങ്ങളിൽ നടന്ന പടയോട്ടത്തിൽ ആ ക്ഷേത്രവും തകർന്നു പോയിരുന്നു. തകർന്നു പോയിരുന്നെങ്കിലും അതിൻ്റെ അടിത്തറയ്ക്ക് ഒരു മാറ്റവുമില്ല. ഈ അടിത്തറയിലായിട്ടാണ് നമുക്ക് മഹോദയപുരത്തെ ചേരന്മാരുടെ ഏറ്റവും കൂടുതൽ അവരുടെ പേര് പറയുന്ന അല്ലെങ്കിൽ അവരുടെ വിളംബരങ്ങൾ അതെല്ലാം അവിടെ ലിഖിതങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇന്ദു കോതവർമ്മ, അദ്ദേഹത്തിന് ഇന്ദേശ്വരൻ കോതവർമ്മ എന്നും പറയും. ആ ഇന്ദേശ്വരൻ കോതവർമ്മയുടെ ഏറ്റവും കൂടുതൽ ലിഖിതങ്ങൾ ഈ തൃക്കാക്കര ക്ഷേത്രത്തിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്. ഈ ഇന്ദേശ്വരൻ കോത എന്ന് പറയുന്ന ആ രാജാവ് 10-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ്. ഒരു പക്ഷേ ഈ നമ്മുടെ ഓണത്തിന് ഏറ്റവും കൂടുതൽ പ്രചാരം കൊടുക്കുന്നത് അല്ലെങ്കിൽ ഓണത്തെ ഇത്ര വ്യാപകമാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഇന്ദേശ്വരൻ കോതയ്ക്കുണ്ടാവും. അദ്ദേഹത്തിന് മുമ്പ് സ്ഥാണുരവി എന്ന് പറയുന്ന രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ശാസനത്തിലും ഓണത്തെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഓണം ഇന്ദേശ്വരൻ കോതയോട് കൂടിയല്ല ഇവിടെ വരുന്നത്, അതിന് മുമ്പുണ്ട്. പക്ഷേ ഇന്ദേശ്വരൻ കോത അതിനൊരു പ്രത്യേക പ്രാധാന്യം കൊടുത്തിരിക്കണം. അക്കാലത്തൊക്കെ ഈ ഓണത്തിൻ്റെ ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചുള്ള ഉത്സവങ്ങളാണ് നടന്നിരുന്നത്. പണ്ഡിതന്മാരായ ബ്രാഹ്മണർക്ക് ഈ തിരുവോണ ദിവസം ഗംഭീരമായ സദ്യ